ഞാൻ തോംസൺ. എം ടൈപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിലെ വിൻഡോസും ഡോറുകളും എല്ലാം ഫുള്ളായി സ്റ്റീലിൽ ചെയ്ത ഒരു വീട്ടിലാണ് നമ്മളുള്ളത്. കോട്ടയം പൊതിയിലുള്ള ലിനോസാറിൻ്റെ ഹൗസാണിത്. വിൻഡോസുകൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമ്മൾ പണിയുന്ന സമയത്ത് തന്നെ വെച്ച് പണിത് പോകുന്ന ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റീൽ ഡോർ ഫിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് ഈ സൈറ്റിൽ നടക്കുന്ന ഇതിൻ്റെ ഓരോരോ ഏരിയ വരുന്ന ഔട്ട്സൈഡ് ഡോറുകളിലായിട്ട് വരുന്ന സ്റ്റീൽ ഡോറുകൾ ഫിറ്റ് ചെയ്ത ഒരു പ്രോസസ്സ് കാണിക്കാനായിട്ടാണ്. അതിൻ്റെ മെയിൻ ഡോറ്, കിച്ചൺ സൈഡിലെ ഡോറ്, അതുപോലെ തന്നെ അപ്പർ സിറ്റ് ഔട്ടിലോട്ടുള്ള ഡോറുകൾ എല്ലാം ചെയ്തേക്കുന്നത് സ്റ്റീൽ ഡോറുകൾ വെച്ചാണ്. ഇതിൻ്റെ വിൻഡോസുകൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് W3 ഡിസൈനിലുള്ള ഒരു വിൻഡോ ആണ്. 4x2.5 ഫ്രെയിം യൂസ് ചെയ്ത് 304 ഗ്രേഡിലുള്ള സ്ക്വയർ പൈപ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെയുള്ള സ്ക്വയർ പൈപ്പുകൾ 304 ഗ്രേഡ് വരുന്ന സ്ക്വയർ പൈപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ PVC ഷീറ്റ് വെച്ച് കവർ ചെയ്യേണ്ടതാണ്. അല്ലാത്ത ടൈമിൽ നമ്മുടെ സിമെന്റ് ഒക്കെ ഇതിനകത്ത് വീണ് ഇത് സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവർ വെച്ച് അത് കവർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു ഫ്രഞ്ച് വിൻഡോ പാറ്റേൺ ആണ്. താഴെ 3 പാളി ചെറുതായിട്ട് കൊടുത്തിട്ട് മുകളിലോട്ട് 3 പാളി വലുതായിട്ട് വരുന്ന ഒരു ഫ്രഞ്ച് വിൻഡോ ഡിസൈൻ ആണ്. ഇത് പറയുന്ന ഡിവൈഡർ എന്നാണ്. ഈ ഫ്രഞ്ച് വിൻഡോയുടെ ഡിവൈഡർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈ ഡിവൈഡർ കൊടുക്കുന്നതിന് തന്നെ എക്സ്ട്രാ ഒരു പാളിക്ക് വരുന്നതിന് 300 രൂപയൊക്കെ വെച്ച് അഡീഷണൽ കൊടുക്കാറുണ്ട്. എന്നാലും നമുക്ക് അഡ്വാൻറ്റേജ് എപ്പോഴും അതാണ്. നമുക്ക് ഫ്രഞ്ച് വിൻഡോ ഫുൾ ഹൈറ്റ് ഒറ്റ ഗ്ലാസ് ഇടുന്നതിന് പകരം മുകളിലൊരു ഫുൾ ഗ്ലാസ്, താഴെ ഒരു ചെറിയ ഗ്ലാസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുകളിൽ മാത്രമായിട്ട് ഓപ്പൺ ചെയ്തിടാനൊക്കെ സാധ്യമാവും എന്ന് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ റൂമുകളിലോട്ട് തന്നെ ഫ്രെയിമുകളെല്ലാം ചെയ്തേക്കുന്നത് സ്റ്റീൽ ഫ്രെയിം തന്നെയാണ്. നമ്മൾ പണിയുമ്പോൾ തന്നെ വെച്ച് പണിത പോയി ചെയ്ത ഒരു പാറ്റേൺ ആണത്. ഇതിനകത്ത് തേപ്പിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഫുള്ള് കോൺക്രീറ്റ് ചാന്ത് ഫില്ല് ചെയ്ത് പോകുന്നതിനാൽ ഇത് കൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഉടനെ കൊട്ടുന്ന സെയിം ഫീലിംഗ് തന്നെയാണ് ഇങ്ങനെയുള്ള സ്റ്റീൽ കട്ടറുകൾക്കുള്ളത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് നമ്മുടെ തടിയുടെ ഡോറോ അല്ലെങ്കിൽ FRP ഡോറോ, PVC ഡോറോ, WPC ഡോറോ, ഏത് ഡോർ വേണേലും സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്തേക്കുന്ന 2 സിംഗിൾ പാളി തന്നെ സ്റ്റീൽ വിൻഡോ ആണ് കൊടുത്തേക്കുന്നത്. 2 സിംഗിൾ പാളി തന്നെ സ്റ്റീൽ വിൻഡോ വന്നിട്ട് അതിൻ്റെ സെൻട്രലിലായിട്ട് നമ്മുടെ കട്ടിലൊക്കെ ഇടാവുന്ന കോട്ടിടാവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇവിടെ W3 ഡിസൈൻ, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സെയിം W3 ഡിസൈൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്ന W2 പാറ്റേണിലുള്ള ഒരു വിൻഡോ, 100 സെന്റിമീറ്റർ ഹൈറ്റ്, 100 സെന്റിമീറ്റർ വീതി വരുന്ന ഒരു വിൻഡോ, അതുപോലെ തന്നെ 150 സെന്റിമീറ്റർ വിഡ്ത്ത്, 100 സെന്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഒരു വിൻഡോ ആണ് യൂസ് ചെയ്തത്. ഈ സ്റ്റീൽ ഡോർ ഇതിനകത്ത് വയ്ക്കുന്നതും ഈ പുറത്തോട്ട് വരുന്ന കിച്ചൺ സൈഡ് വരുന്നത് 205 സെന്റിമീറ്റർ ഹൈറ്റ്, അതുപോലെ 88 വീതിയിലുള്ള സ്റ്റീൽ ഡോറാണ് വയ്ക്കുന്നത്. ഇതിൽ നമ്മൾ ആർക്ക് ഡ്രൈവ് ഇല്ലാത്ത മോഡലാണ്. ഇവിടെ 3 സ്റ്റീൽ ഡോർ ചൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വരുന്ന സ്റ്റീൽ ഡോർ ഫിറ്റ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ ഇതിന്റെ ഡോറ് ജസ്റ്റ് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ഇതിന്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇനി ഇത് ഫിറ്റ് ചെയ്ത ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കാണാം. ആദ്യം തന്നെ ജാക്ക് ഹാമർ ഉപയോഗിച്ച് നമ്മൾ ആ ചെയ്യേണ്ട ഭിത്തിയുടെ 2 സൈഡിലും ഇതുപോലെ ജസ്റ്റ് നമുക്ക് ചിപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ പുട്ടിയിട്ട ഭിത്തിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചിപ്പ് ചെയ്ത് മസ്റ്റായിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ അതിനകത്ത് സ്റ്റീൽ ഡോറുകൾ വെച്ച് സെറ്റ് ചെയ്യാവുള്ളൂ. അതിനുശേഷം സ്റ്റീൽ ഡോറിൻ്റെ കവറാണ് നമുക്കിങ്ങനെ പാക്കഡായിട്ടാണ് സ്റ്റീൽ ഡോറുകൾ വരുന്നത്. എവിടെയാണ് വെക്കേണ്ടത് ആ ഒരു ഏരിയയിലോട്ട് കൊണ്ടുപോയി വെച്ച് നോക്കുകയാണ്. ശരിക്കും 120 ഡോറൊക്കെ ആയത് കാരണമാണ് ഇതുപോലെ 2-3 പേര് ചേർന്ന് പിടിക്കേണ്ടി വരുന്നത്. നല്ല വെയ്റ്റഡ് ആയിട്ട് വരുന്ന ഡോറായത് കാരണം കറക്റ്റായിട്ട് ആൾ അതിൻ്റെ പുറത്തും അകത്തും നിന്ന് പിടിച്ചില്ലെങ്കിൽ അത് മറിഞ്ഞു പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനുശേഷം അതിൻ്റെ ഫ്രെയിം ലെവലാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ തൂക്കുകട്ടയിട്ട് അതിൻ്റെ സൈഡിലും അതുപോലെ ഫ്രണ്ട് സൈഡും അതിൻ്റെ തൂക്കുകട്ടയിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ തൂക്കുകട്ട കറക്റ്റ് അല്ലെങ്കിൽ ലോക്ക് വീഴുന്ന കംപ്ലൈൻ്റ് ഒക്കെ എപ്പോഴും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും തൂക്കുകട്ടയും അതുപോലെ ഡോറിൻ്റെ അളവും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ ഡ്രില്ല് ചെയ്ത് ആങ്കർ ബോൾട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ തൂക്കുകട്ട ലെവൽ മാറിപ്പോരായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഓരോ ടോപ്പ് സൈഡിൽ നമ്മൾ ആദ്യം ഡ്രില്ല് ചെയ്തെങ്കിൽ ആ ടോപ്പ് സൈഡ് ആങ്കർ ബോൾട്ട് ഇട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബോട്ടം സൈഡ് ടൈറ്റ് ചെയ്യുക. ഒരു മിനിമൽ ടൈറ്റ് നിർത്തിയതിന് ശേഷം എല്ലാ ഏരിയയും കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫുൾ ടൈറ്റ് ചെയ്യുക.
അതിനുശേഷം അതിൻ്റെ ലോക്ക് സെറ്റ് ചെയ്ത് നോക്കണം. ലോക്ക് സെറ്റ് ചെയ്ത് നമ്മൾ തൂക്കിട്ട് മാത്രം നോക്കിയാൽ പോരാ, ലോക്കും കൂടെ സെറ്റ് ചെയ്ത് അതിൻ്റെ ലോക്ക് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ചെറിയ എന്തെങ്കിലും മുട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രം എല്ലാം കറക്റ്റാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇത് ഫ്രെയിമിൻ്റെ 2 സൈഡിലും ഇതുപോലെ നമുക്ക് ചാന്ത് ഫില്ല് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ചാന്ത് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റബ്ബറൈസ്ഡ് ഹാമറൊക്കെ ഉപയോഗിച്ച് നമ്മളത് തട്ടി 2 ഫ്രെയിമിലും തട്ടി അത് ഫില്ല് ചെയ്ത് ഉറപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യമേ 2 സൈഡിലെ കാലാണ് ഫുള്ള് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം ടോപ്പിലെ സൈഡ് ഫുള്ള് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോപ്പ് സൈഡൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഫില്ലിങ് കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്താൽ മാത്രമേ ടോപ്പൊക്കെ ഫില്ലാവുള്ളൂ. 2 സൈഡിലും ടോപ്പിലും കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം അടിയിൽ ഫില്ല് ചെയ്യുക. അടിയിൽ ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അടിപ്പടിയുടെ അകം ഫുള്ള് ഫില്ലാകാനായിട്ട് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. എപ്പോഴും അടിയിലെ ഫില്ലിങ്ങാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാറുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും തടിയുടെ പീസൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്ത് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ പൊള്ള സൗണ്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ എപ്പോഴും ഇത് കറക്റ്റായിട്ട് ടൈറ്റായി ഫില്ല് ചെയ്യാനായിട്ട് ചെറിയ തടിയുടെ പീസൊക്കെ ഉപയോഗിച്ച് നല്ല ജാമായിട്ട് തന്നെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. 2 സൈഡിലും ടോപ്പിലും ബോട്ടത്തിലൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ബ്രഷുകളും അതുപോലെ നനഞ്ഞ കോട്ടൺ വേസ്റ്റൊക്കെ ഉപയോഗിച്ച് ഇത് കട്ടില ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതാണ്. ഈ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഡോറിൻ്റെ ലീഫ് എടുത്ത് വയ്ക്കാവുള്ളൂ. അതിൻ്റെ ആ ഹിഞ്ച് സൈഡിലൊക്കെ ചെറിയൊരു ലൂബ്രിക്കേഷനും കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ സിമെൻറ്റും മണ്ണിലൊക്കെ അതിനകത്ത് വന്നിട്ട് ഹാർഡായി പോകാതിരിക്കാനായിട്ട് ചെറുതായിട്ട് ഓയിലൊക്കെ ഉപയോഗിച്ച് ചെറുതായിട്ട് ലൂബ്രിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ആ ലീഫ് അതിലോട്ട് പൊക്കി കയറ്റുക. 120 സെൻറ്റിമീറ്റർ വീതി വരുന്ന ഫാദർ ആൻഡ് സൺ മോഡലായത് കാരണമാണ് 2 ലീഫ് വരുന്നത്. ഒരു ലീഫ് വലുതും ഒരു ലീഫ് ചെറുതും. സ്റ്റീൽ ഡോറിൻ്റെ ഫിറ്റിങ് ഫുള്ളായി തീർന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ കുത്തിവെച്ച് ഫില്ല് ചെയ്ത് ആ ഗ്യാപ്പുകളെല്ലാം ഫില്ല് ചെയ്ത് വിടുന്ന ഒരു പ്രോസസ്സാണുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ തേച്ച് ഈ മുകളിലുള്ള ആ ഏരിയയൊക്കെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഏറ്റവും നല്ലത് ഒരു ദിവസം ഫുള്ള് ഇതുപോലെ ക്ലോസ് ആയി കിടന്നതിന് ശേഷം മാത്രം നാളത്തെ ദിവസം ഇത് തുറക്കുന്നതാണ്. 1 ഡേ ഇത് ഫുള്ളായിട്ട് ക്ലോസ് ആയി കിടക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇത് ഫുള്ള് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കുകൾക്ക് തന്നെ കീ 2 ടെസ്റ്റ് കീ ആയിട്ടാണ് വരാറുള്ളത്. ബാക്കിയുള്ളത് മാസ്റ്റർ കീ ആയിട്ട് വരുന്നുണ്ട്. ഈ ടെസ്റ്റ് കീ വരുന്നത് ഈ ഫിറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ഊരി വെച്ച് നമ്മൾ മാസ്റ്റർ കീ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ എപ്പോഴും ഈ ടെസ്റ്റ് കീ അത് ഒടിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം മാത്രം ഈ മാസ്റ്റർ കീ യൂസ് ചെയ്യുക. ഈ ബാക്കിയുള്ള ഈ കവറിലുള്ള 5 കീ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റീൽ ഡോർ ഫിറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.